മുനമ്പം വഖഫ് ഭൂമിയല്ലെന്ന് ആവർത്തിച്ച് KRLCCയുടെ ഒരു പുതിയ സർക്കുലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മുനമ്പത്തെ ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാട് നേരത്തെ തന്നെ KRLCC സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടാണ്. അതിന് വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, വഖഫ് രൂപപ്പെടുത്തുന്നതിന് രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ഒരു നിയമം, ആ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചു അല്ല ആ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി തന്നെ ആ ഭൂമി വഖഫ് ഭൂമി ആണെന്ന് കണ്ടെത്താനായിട്ട് കഴിയില്ല. അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ വഖഫ് നിയമം വരുന്നത്, ആദ്യത്തെ വഖഫ് നിയമം ഉണ്ടാവുന്നത് വാലിഡേഷൻ ആക്ട് ആണ് 1930 13. പിന്നീട് 1923 മുസൽമാൻ വഖഫ് നിയമം ഉണ്ടാകുന്നുണ്ട്. ആ വഖഫ് നിയമത്തിൽ വാസ്തവത്തിൽ വഖഫ് എന്നത് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്, നിർവചിക്കുന്നുണ്ട്. ആ നിർവചനത്തിൽ നമുക്കറിയാം, സാധാരണ പറയുന്നത് പോലെ തന്നെ ഒരു ഇസ്ലാം നിയമം അനുശാസിക്കുന്ന ഭക്തിപരമോ മതപരമോ ജീവകാരുണ്യപരമായ ആവശ്യങ്ങൾക്കായി, ഉദ്ദേശങ്ങൾക്കായി സ്ഥാവരവും ജംഗമവുമായ വസ്തുക്കൾ സ്ഥിരമായി സമർപ്പിക്കുന്നതിനെ വഖഫ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ എന്തുകൊണ്ട് ഒരു വസ്തു വഖഫിൽ ഉൾപ്പെടുന്നില്ല എന്നുകൂടെ ആ നിയമത്തിൽ നിർവചിക്കുന്നുണ്ട്. ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പിൻഗാമികൾ, അവർക്ക് അവകാശമുണ്ടെന്ന് വരുന്ന, അവകാശം സ്ഥാപിക്കാൻ കഴിയുന്ന സ്വത്തുക്കൾ വഖഫായി കരുതാനാവില്ല എന്നുകൂടെ 1923 നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ ആധാരം, അതായത് ഫറൂഖ് കോളേജിനെ വഖഫ് ഈ ഭൂമി കൈമാറുന്ന സിദ്ദിഖ് സെഡ് എന്ന് പറയുന്ന വ്യക്തി ഭൂമി കൈമാറുന്ന ആധാരത്തിൽ തന്നെ ധാരാളം വ്യവസ്ഥകൾ ഉൾച്ചേർത്തുകൊണ്ടാണ് ആ വ്യവസ്ഥ, അത് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം അടിസ്ഥാനപരമായിട്ട് നിലനിന്നിരുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഭൂമി വഖഫല്ല, വഖഫായി ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് KRLCC ആദ്യമേ മുതൽ സ്വീകരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കറിയാം 1950 ഈ ഭൂമി ഫറൂഖ് കോളേജിന് കൊടുക്കുന്നത്. 1954 സമഗ്രമായ നിയമം, സ്വാതന്ത്ര്യത്തിന് ശേഷം സമഗ്രമായ നിയമം രാജ്യത്ത് കൊണ്ടുവരുന്നുണ്ട്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ആ നിയമത്തിലും ചില വ്യവസ്ഥകൾ വയ്ക്കുന്നുണ്ട്. ആ ഭൂമി ആർട്ടിക്കിൾ 25, 26, 27 അത് അനുശാസിക്കുന്നത് പോലെ ആ ഭൂമി നിർണയിച്ച് ആ ഭൂമി 3 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ വഖഫ് ബോർഡ് നിലവിൽ വന്ന് 3 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെടണം. വഖഫ് ആസ്തി രജിസ്റ്റർ ചെയ്യപ്പെടണം. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ആ ഭൂമി ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്താനുള്ള നിയമം നിലനിൽക്കെ അക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാതെ 2008 ഈ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത് ശരിയല്ല. വഖഫ് ബോർഡ് ഈ നിസാർ കമ്മിറ്റിയുടെ മുൻപിൽ അവതരിപ്പിച്ച ഒരു ന്യായം എന്ന് പറയുന്നത്, വഖഫ് ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് വഖഫ് ബോർഡിന് മുൻകൂർ അനുമതി ആവശ്യമുണ്ട്. ഈ കേസിൽ മുൻകൂർ അനുമതി വാങ്ങാതിരുന്നത് കൊണ്ട് ആ ആധാരങ്ങൾ അല്ലെങ്കിൽ ആ വിൽപ്പന അസാധുവാക്കപ്പെടുന്നു എന്നൊരു വാദമാണ് നിസാർ കമ്മിറ്റിയുടെ മുൻപിൽ വഖഫ് ബോർഡ് ഉന്നയിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, 1954 നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ 25, 26, 27 ഈ 3 വ്യവസ്ഥകളും പാലിക്കാതെയാണ് ആർട്ടിക്കിൾ 30 സെക്ഷൻ 31 വിവരിക്കുന്ന ഈ ആസ്തി രജിസ്റ്റർ ചെയ്യാത്ത ഭൂമി, അതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ, ആസ്തി രജിസ്റ്റർ ചെയ്യാത്ത ഭൂമി വിൽക്കുന്നതിന് വാസ്തവത്തിൽ ഫറൂഖ് കോളേജിന് വഖഫ് ബോർഡിന് അനുമതി ആവശ്യമില്ല. അങ്ങനെ അനുമതി ആവശ്യമില്ലാത്തതിന് ഒരു കാരണം വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ബോധ്യമുണ്ട്. ആ ഭൂമി സിദ്ദിഖ് സെഡ് എന്ന് പറയുന്ന വ്യക്തി ഈ ഫറൂഖ് കോളേജിന് ദാനമായി നൽകി എന്നുള്ള ഒരു ബോധ്യത്തിലാണ് അവർ മുൻകൂർ അനുമതി വാങ്ങാതെ ഈ ഭൂമി ഈ മുനമ്പ നിവാസികൾക്ക് വിറ്റത്. അപ്പം നിലനിന്നിരുന്ന എല്ലാ നിയമങ്ങളും എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് തന്നെ അത് ഒരു വഖഫ് ഭൂമി ആണ് എന്ന് കരുതാൻ യാതൊരു തലത്തിലും നിവർത്തിയില്ല. അത് വഖഫ് ഭൂമിയല്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ആ ഒരു നിലപാടാണ് ആവർത്തിച്ചത്. കാരണം ഈയിടെ നമുക്കറിയാം, ഗവൺമെന്റ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയെ ഈ പ്രശ്ന പരിഹാരത്തിനായിട്ട് മുന്നോട്ട് വയ്ക്കുമ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഇത് ആവർത്തിച്ച് ഇത് വഖഫ് ഭൂമിയാണ് എന്ന വാദം ഉയർന്നു വരുന്നത് തീർച്ചയായും ദുരൂഹമാണ്. അത് മറ്റേതെങ്കിലും താല്പര്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ള പ്രസ്താവനയായിട്ടാണ് കണക്കാക്കുന്നത്.